ഞാൻ ആരും കാണാനോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടാനോ ഒന്നും വേണ്ടിയിട്ട് അല്ല ഞാൻ എൻ്റെ ഒരു ചാനൽ ചുമ്മാ തുടങ്ങിയേക്കുന്നത്. എൻ്റെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളും എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ നേരം പോക്കിന് വേണ്ടി വിടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കിട്ടുവാണെങ്കിൽ മരുന്നിനോ അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു വിചാരമേ എനിക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് റീച്ചായി ആൾക്കാരെ കാണിച്ച് കുറേ ഡാൻസും കളിച്ച് ഒന്നും നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഇത്രയും നാൾ നിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് പറയാതിരുന്നത്. ഈ മാതിരി തട്ടിപ്പൊക്കെ എൻ്റെ പിള്ളേനെ നീ ചതിച്ച് 1,00,000 രൂപയും കൂടെ നീ പോയിട്ട് ഞങ്ങൾ പറയാതിരുന്നത് കേട്ടോ. പക്ഷേ ഇനി ഞാൻ എല്ലാ ലിങ്കും ഞാൻ നിനക്ക് ഇട്ടിട്ടുണ്ട്, നീ കണ്ടു കാണുമല്ലോ അല്ലേ. എൻ്റെ മോളോടും കെട്ടികളോടൊക്കെ വിളിച്ച് പറയേ, താലി മാലയൊക്കെ ഉണ്ട് ഊരി വെച്ച് പണയം വെച്ചിട്ടാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ചതിച്ച കാശ് കൊണ്ട് കൊടുക്കാൻ പറ. മാറി നീ കുണം പിടിക്കുക. നിൻ്റെ മോളെ കെട്ടിച്ചിട്ട് മോളും കുണം പിടിക്കില്ല, നിൻ്റെ മോനും കുണം പിടിക്കില്ല, നിൻ്റെ വീടും ഗതി പിടിക്കില്ല. പാവപ്പെട്ട മക്കൾ പഠിച്ച് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുമ്പോൾ നീ വന്ന് അതിനകത്ത് നീയും നിൻ്റെ ഒരു ഏജൻറ്റും അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് നിൻ്റെ ഏജൻറ്റ്, നിൻ്റെ കോട്ടയത്ത് വന്ന് നിൻ്റെ ഏജൻസി തല്ലി വിളിക്കാനുള്ള ആളുണ്ട് ഞങ്ങൾ ചെയ്യണമെന്നോ വിചാരിച്ചായിരിക്കണേ. അത് ചെയ്യും. വന്ന് നോക്കട്ടെ ഏത് കോട്ടയത്ത് എവിടെയാണ് നിൻ്റെ ഏജൻസി ഉള്ളതെന്ന് അറിയണമല്ലോ. പണ്ടേ പറയാമായിരുന്നു, പക്ഷേ വേണ്ട 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 എന്ന് വിചാരിച്ച് മറ്റുള്ളവർ നാണം കെടുത്തണ്ടല്ലോ. അവൻ തരും 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 നീ തരും എന്ന് വിചാരിച്ച് നിനക്ക് നാണമുണ്ടോ? നിനക്ക് 10